8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പൂത്തുലഞ്ഞിരിക്കുകയാണ് കാസർഗോഡിന്റെ ജോമി കുറിഞ്ഞി. അയമ്പാറ സ്വദേശി നാരായണന്റെ തോട്ടത്തിലാണ് ഈ ഔഷധ സസ്യം പൂവിട്ടിരിക്കുന്നത്. ക്യാൻസർ ചികിത്സയ്ക്ക് സഹായകമാകുന്ന ഘടകങ്ങൾ അടുത്തിടെയാണ് ജോമി കുറിഞ്ഞിയിൽ കണ്ടെത്തിയത്. നീലക്കുറിഞ്ഞി കാണാൻ കഴിയാതെ വിഷമിക്കുന്ന കാസർഗോഡുകാരുണ്ടോ? എന്നാൽ ഇനി ആ വിഷമം വേണ്ട. ആയമ്പാറയിലെത്തിയാൽ ജോമിക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്നത് കാണാം. കുറിഞ്ഞിപ്പൂവുകളിലെ തേനുണ്ണാനായി തേനീച്ചകളും വണ്ടുകളും പൂമ്പാറ്റകളും പാറി നടക്കുന്നു. ചെറു സുഗന്ധമുള്ള ഈ പൂവുകൾ ഏറെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യം കൂടിയാണ്. മുന്നേ ഇത് നമ്മൾ ഇവിടെയുള്ള സാധാരണയുള്ള എല്ലാ പൂവിനെ പോലെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് വളരെ മെഡിസിൻ വാല്യൂ ഉള്ള ഒരു പൂവാണെന്ന് കൂടി അറിയുമ്പോഴും കുറച്ചും കൂടി സന്തോഷമുണ്ട്. എല്ലാവരും വന്നിട്ട് പൂവിനെ കുറിച്ച് ചോദിക്കുമ്പോഴൊരു സന്തോഷമുണ്ട്. പിന്നെ അതുകൊണ്ടാണ് വീണ്ടും കൺസർവേഷന് ഒരു താല്പര്യം കൂടി വന്നുള്ളത്. പാലാ സെന്റ് തോമസ് കോളേജിലെ മുൻ ബോട്ടണി വിഭാഗം തലവനായ ജോമിയോടുള്ള ബഹുമാനാർത്ഥമാണ് ജോമിക്കുറിഞ്ഞി എന്ന പേര് നൽകിയത്. കാസർഗോഡിന്റെ തനതു കുറിഞ്ഞി ഇനത്തിന് ഭാവിയിൽ വൈദ്യശാസ്ത്ര രംഗത്ത് ശ്രദ്ധേയമായ സംഭാവന നൽകാൻ കഴിയുമെന്നതാണ് ശാസ്ത്രലോകത്തിന്റെ പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് തത്സമയം. സാരംഗ്, കാസർഗോട്ടുകാർക്ക് എന്തിനാണല്ലേ നീലക്കുറിഞ്ഞി? സ്വന്തമായിട്ട് ജോമി കുറിഞ്ഞുണ്ട്. അപ്പോൾ ഇത് കാഴ്ചയിൽ ഗംഭീരമാണ്. അതിനൊപ്പം തന്നെ അതിന്റെ ഔഷധ പ്രാധാന്യം കൂടി എത്തുന്നതോടുകൂടിയാണ് ഇതിലെ കൗതുകം മാറി അതിന്റെ ഒരു ഔഷധ ഗുണത്തിന്റെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നത്. കാസർഗോഡും കുറിഞ്ഞി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടുക ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അത്ഭുതവും അതോടൊപ്പം തന്നെ കൗതുകവും ഒക്കെ വന്നു. കാരണം നമ്മൾ ഇങ്ങനെ ഈ കുറിഞ്ഞി ഉയർന്ന മലനിരകളൊക്കെ ഉള്ള സ്ഥലത്ത് ഹൈറേഞ്ച് മേഖലയിലേക്കാണ് പൊതുവെ ഉണ്ടാവാമെന്നാണ് ചെറുപ്പം തൊട്ടേ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും മാറി എന്ന് തന്നെ പറയാം. മാത്രമല്ല, ഇവിടെയുള്ള ജോമി കുറിഞ്ഞിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ വീട്ടുടമയുടെ മകൻ, വീട്ടുടമയായിട്ടുള്ള നാരായണേട്ടൻ്റെ മകൻ ജോമി സാറിൻ്റെയൊക്കെ തന്നെ ഒരു ശിഷ്യനാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അദ്ദേഹം ഇവിടെ എത്തി അത് പരിപാലിച്ചിരുന്നു കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ അത്തരത്തിലുള്ള കുറേ പ്രത്യേകതകളുണ്ട്. കാരണം ഒരു പക്ഷേ ഇങ്ങനെയുള്ളൊരു കുറിഞ്ഞിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പേരിട്ടയാൾ, അത് കണ്ടെത്തിയ ആൾ തന്നെ ഇവിടെ എത്തി അത് കാണുക, യാദർശികമെന്ന രീതിയിൽ ആ സ്ഥലമുടമയുടെ മകൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരിക്കുക എന്ന് പറയുന്ന ഒട്ടേറെ കൗതുകങ്ങൾ ഇതിന് പിറകിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശാസ്ത്രമേഖല ഇനിയും ഈ ജോമി കുറിഞ്ഞിയെക്കുറിച്ച് പഠിക്കാനിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ബംഗളൂരുവിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുന്നേ നടന്ന ഒരു റിസർച്ചിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് 4 തരത്തിലുള്ള ക്യാൻസറുകൾ തടയാൻ കഴിയുന്ന പ്രതിരോധ മരുന്നിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ ജോമി കുറിഞ്ഞിയിലുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു പക്ഷേ ഭാവിയിലൊക്കെ വലിയ തോതിലുള്ള ഒരു ഔഷധ സസ്യമായിട്ടൊക്കെ തന്നെ എന്താ പറയുക, കൃഷി ചെയ്യുന്ന രീതിയിലേക്കൊക്കെ തന്നെ ഒരു പക്ഷേ പോയേക്കും എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും കുറിഞ്ഞി കാണാൻ താല്പര്യമുള്ളവർക്ക് ആയമ്പാറയിലേക്ക് വരാം. നീലക്കുറിഞ്ഞി മിസ്സായവർക്ക് എന്തായാലും ജോമി കുറിഞ്ഞി കണ്ടിട്ട് സന്തോഷിക്കാം.